ഹലോ ഫ്രണ്ട്സ്, സർഫ്ബോർഡിന്റെ ആകൃതിയിൽ തടി കൊണ്ട് നിർമ്മിച്ച ഒരു പലകയിൽ 4 വീലുകൾ ഘടിപ്പിച്ച് കാലുകളുടെ ചലനത്തിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ചെറു ഗതാഗത മാർഗ്ഗമാണ് സ്കേറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ചെറിയ ദൂരങ്ങൾ താണ്ടുവാനും അതുപോലെ തന്നെ സാഹസികമായ സ്റ്റണ്ടുകൾ പെർഫോം ചെയ്യുവാനുമാണ് പ്രധാനമായിട്ടും സ്കേറ്റ് ബോർഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്കേറ്റ് ബോർഡുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന വിശേഷമാണ് ഫാക്ടറി TV ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങാം. സ്കേറ്റ് ബോർഡുകൾക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്: ഡെക്ക്, ട്രക്ക്, വീലുകൾ എന്നിവയാണവ. സ്കേറ്റ് ബോർഡിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള പലകയാണ് ഡെക്ക് എന്ന് പറയുന്നത്. ഡെക്കുമായിട്ട് വീലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് ട്രക്ക്. ശരാശരി വലിപ്പമുള്ള ഒരു സ്കേറ്റ് ബോർഡിന് 32 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും 1/2 ഇഞ്ച് കനവുമായിരിക്കും ഉണ്ടായിരിക്കുക. കോൺകേവ് ആകൃതിയിൽ നിർമ്മിക്കപ്പെടുന്ന ഡെക്കിന്റെ മുൻവശത്തെ ഉയർന്ന ഭാഗത്തെ നോസ് എന്നും പിൻവശത്തെ ഉയർന്ന ഭാഗത്തെ ടെയിൽ എന്നാണ് പറയുക. സ്കേറ്റ് ബോർഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ സ്കേറ്റ് ബോർഡിന്റെ അല്പം ചരിത്രം പറയാം. 1904 സ്കേറ്റ് ബോർഡിന്റെ ചരിത്രം ആരംഭിച്ചത് എന്ന വ്യക്തമല്ലാത്ത തെളിവുകൾ ഉണ്ടെങ്കിലും സ്കേറ്റ് ബോർഡുകളിലെ മുൻഗാമി എന്നറിയപ്പെടുന്നതായി കരുതപ്പെടുന്ന ആദിമ സ്കേറ്റ് ബോർഡുകൾ നിർമ്മിക്കപ്പെട്ടത് 1930-കളിലെ കാലിഫോർണിയയിലാണ്. തടി കൊണ്ടാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ തിരിച്ചറിയപ്പെടുന്ന വിധത്തിൽ സ്കേറ്റ് ബോർഡുകൾ നിർമ്മിക്കപ്പെട്ടു തുടങ്ങിയത് 1950-കൾ മുതലാണ്. തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന അവയോട് ഏറ്റവും താല്പര്യം കാട്ടിയിരുന്നത് കാലിഫോർണിയയിലെ കടലിൽ സർഫ് ചെയ്തിരുന്ന ആളുകളായിരുന്നു. കടലിൽ സർഫ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവർ സ്കേറ്റ് ബോർഡുകൾ ഉപയോഗിച്ചു തുടങ്ങി. അതോടെ അത്തരക്കാർക്ക് സൈഡ് വാക്ക് സർഫേഴ്സ് എന്ന പേര് വീണു. 1960-കളിൽ സ്കേറ്റ് ബോർഡുകളുടെ ഉപയോഗം ഒരു തരംഗമായിട്ട് വളർന്നു. 1965-ലാണ് സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഒരു മത്സരം ആദ്യമായിട്ട് നടത്തിയത്. എന്നാൽ സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കുന്നവരെ അത്ര ബഹുമാനത്തോടെയല്ല സമൂഹം കണ്ടിരുന്നത്. അതുകൊണ്ടാകണം സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കുന്നതിലുണ്ടായ ആദ്യ തരംഗം 1967-ഓടെ അവസാനിച്ചത്. 1970-കളിലെ സ്കേറ്റ് ബോർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി സ്കേറ്റ് പാർക്കുകൾ നിലവിൽ വന്നു. 1973 പോളിയൂരിത്തീൻ വീലുകൾ ഘടിപ്പിച്ച സ്കേറ്റ് ബോർഡുകളുടെ രംഗപ്രവേശത്തോടുകൂടി വീണ്ടും സ്കേറ്റ് ബോർഡ് ഉപയോഗത്തിന്റെ തരംഗമുണ്ടായി. എന്നാൽ 1970-കളുടെ അവസാനത്തോടെ സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത് സാമൂഹിക വിരുദ്ധമായ പ്രവൃത്തിയായിട്ട് കണ്ടുതുടങ്ങിയെങ്കിലും സ്കേറ്റ് പാർക്കുകളിലുണ്ടായ അപകടങ്ങൾ മൂലം വലിയ പരിക്കുകൾ ആളുകൾക്കുണ്ടായതുമൊക്കെ വീണ്ടും സ്കേറ്റ് ബോർഡ് ഉപയോഗം കുറയുന്നതിന് കാരണമായി. 1980-കളുടെ മധ്യത്തോടെ സ്കേറ്റ് ബോർഡുകൾ ഉപയോഗിച്ചുള്ള സ്റ്റണ്ടുകളുടെ വീഡിയോകൾ സ്കേറ്റ് ബോർഡ് നിർമ്മാതാക്കൾ പ്രചരിപ്പിച്ചതോടെ ആളുകൾ വീണ്ടും സ്കേറ്റ് ബോർഡുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ 1980-കളുടെ അവസാനത്തോടെ അതിനും കുറവ് സംഭവിച്ചു. എന്നാൽ മുൻകാലങ്ങളിലുണ്ടായ അത്രയും ഭീമാകാരമായ കുറവുണ്ടായിരുന്നില്ല. 1990-കളിൽ ESPN, MTV തുടങ്ങിയ ചാനലുകൾ സംഘടിപ്പിച്ച് സംരക്ഷണം ചെയ്ത സ്കേറ്റ് ബോർഡ് മത്സരങ്ങൾ സ്കേറ്റ് ബോർഡിന് പുതുജീവൻ നൽകി. വളരെ അപകടകരമായതും സാഹസികമായതുമായിട്ടുള്ള ഒരു വിനോദമാണ് സ്കേറ്റ് ബോർഡിംഗ് എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. ഇനി നമുക്ക് സ്കേറ്റ് ബോർഡുകൾ എങ്ങനെയാണ് വ്യാവസായികമായിട്ട് ഫാക്ടറിയിൽ നിർമ്മിക്കാൻ നോക്കാം കേട്ടോ. സ്കേറ്റ് ബോർഡുകൾ നിർമ്മിക്കുന്ന ബബിൾ സ്കേറ്റ്സ് എന്ന കമ്പനിയിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. യൂറോപ്പിലെ നമ്പർ 1 സ്കേറ്റ് ബോർഡ് നിർമ്മാണ കമ്പനികളിലൊന്നാണ് ബബിൾ സ്കേറ്റ്സ്. ആദ്യം സ്കേറ്റ് ബോർഡ് പ്രധാന ഭാഗങ്ങളിലൊന്നായിട്ടുള്ള ഡെക്ക് നിർമ്മിക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. മേപ്പിൾ മരത്തിന്റെ തടി ഉപയോഗിച്ചിട്ടാണ് സാധാരണ സ്കേറ്റ് ബോർഡുകളുടെ ഡെക്ക് നിർമ്മിക്കുന്നത്. മേപ്പിൾ തടി വളരെ കനം കുറഞ്ഞ ലെയറുകളായി മുറിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന മേപ്പിൾ തടിയുടെ ലെയറുകളെ ഡെക്ക് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ എത്തിക്കുന്നു. അതിനുശേഷം ഓരോ ലെയറിനും മെഷീന്റെ സഹായത്തോടെ വാട്ടർ ബെഡ്സ് പശ പൂശുന്നു. പശ പുരട്ടുന്നതിനായിട്ട് കൈകൾ ഉപയോഗിച്ചാണ് ഓരോ ലെയറും ഗ്ലൂ മെഷീനിലേക്ക് കടത്തിവിടുന്നത്. പശ പുരട്ടിയ ശേഷം 7 വീതം ലെയറുകൾ ഒന്നിച്ചു വെച്ച് ഒരു അടുക്കായിട്ട് മാറ്റുന്നു. അങ്ങനെ അടുക്കായി മാറ്റിയ ശേഷം ആ അടുക്കുകൾ ഹൈഡ്രോളിക് പ്രസ്സിന് അടിയിലായി വെച്ച് അവയ്ക്ക് കോൺകേവ് ആകൃതി നൽകുന്നു. ഈ ഘട്ടത്തിലാണ് ഡെക്കിന്റെ നോസ്, ടെയിൽ എന്നിവ രൂപപ്പെടുന്നത്. ഒരേ സമയം 5 മുതൽ 15 ഡെക്കുകൾ വരെയാണ് ഇത്തരത്തിൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. ആവശ്യാനുസരണം മിനിറ്റുകൾ മുതൽ മണിക്കൂറുകളോളം ഡെക്കുകൾ ഹൈഡ്രോളിക് പ്രസ്സിൽ വെക്കാറുണ്ട്. എത്രയധികം നേരം പ്രസ്സിൽ ഡെക്ക് ഇരിക്കുന്നുവോ അത്രയും ഡെക്കിലെ ലെയറുകൾ തമ്മിൽ നന്നായിട്ട് ഒട്ടിച്ചേരും. അതിനുശേഷം ഡെക്കുകളിൽ ട്രക്ക് ഉറപ്പിക്കുന്നതിന് ആവശ്യമായ 8 ഹോളുകൾ ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീന്റെ സഹായത്തോടെ ഡ്രില്ല് ചെയ്യും. ഹോളുകൾ ഡ്രില്ല് ചെയ്ത ശേഷം ഓട്ടോമാറ്റഡ് കട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ സ്കേറ്റ് ബോർഡിന്റെ ആകൃതിയിൽ ഡെക്ക് കട്ട് ചെയ്തെടുക്കും. ഇത്തരത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന ഡെക്കുകൾ കമ്പനിയിലെ ഷേപ്പർ എന്നറിയപ്പെടുന്ന ജീവനക്കാരൻ ഒരു ഗ്രൈൻഡർ മെഷീന്റെ സഹായത്തോടെ നന്നായിട്ട് രാഗി മിനുക്കി നല്ല ഷേപ്പിലാക്കി എടുക്കുന്നു. പല ഘട്ടങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഗ്രൈൻഡിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് സ്കേറ്റിംഗ് ബോർഡിന്റെ ഡെക്ക് നന്നായിട്ട് രാഗി മിനുക്കി എടുക്കുന്നത്. ആ ഘട്ടം പൂർത്തിയാക്കി എത്തുന്ന ഡെക്കുകൾ അടുത്ത ഘട്ടത്തിൽ പെയിന്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഫാക്ടറിയിലെ പെയിന്റർ സ്പ്രേ പെയിന്റിങ്ങിലൂടെ ഡെക്കിന്റെ പെയിന്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം സ്ക്രീൻ പെയിന്റിങ്ങിലൂടെ ഡെക്കുകളിൽ വിവിധ ഡിസൈനുകൾ പ്രിന്റ് ചെയ്യുന്നു. സ്ക്രീൻ പ്രിന്റിംഗ് എങ്ങനെയാണ് സ്കേറ്റ് ബോർഡ് ഫാക്ടറിയിൽ ചെയ്യുന്നതെന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്ക്രീൻ പ്രിന്റിംഗ് പൂർത്തിയായ ഡെക്കുകളെ ലാമിനേറ്റ് ചെയ്യുന്ന ഘട്ടമാണ് അടുത്തത്. വെള്ളം വീഴുന്നത് മൂലം സ്കേറ്റ് ബോർഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്കേറ്റ് ബോർഡുകളിലെ പ്ലാസ്റ്റിക് ലാമിനേറ്റ് ചെയ്യുന്നത്. ലാമിനേഷൻ പൂർത്തിയാകുന്ന ഡെക്കുകളിൽ വീലുകൾ ഘടിപ്പിച്ച ട്രക്കുകൾ ഉറപ്പിക്കുന്നതാണ് അടുത്ത ഘട്ടം.
ഡെക്കുകളിൽ ആദ്യമേ ഡ്രില്ല് ചെയ്ത ഹോളുകളിലാണ് ട്രക്ക് ഉറപ്പിക്കുന്നത്. ട്രക്ക് ഘടിപ്പിച്ച ശേഷം സ്കേറ്റ് ബോർഡ് ഒരു കൺവെയർ ബെൽറ്റിലൂടെ മുന്നിലേക്ക് നീങ്ങുന്നു. അടുത്ത ഘട്ടത്തിലെ സ്കേറ്റ് ബോർഡിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിന്റെ വിഷ്വൽ ഇൻസ്പെക്ഷനാണ് നടക്കുന്നത്. സ്കേറ്റ് ബോർഡിന്റെ ആകൃതി, വീലുകളുടെ പ്രവർത്തനം, ട്രക്ക് ശരിയായി ബോർഡിൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നിവയാണ് പ്രധാനമായിട്ടും ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. പരിശോധന പൂർത്തിയാകുന്ന ഡെക്കുകൾ ഗുണമേന്മ ഉള്ളതാണ് എന്ന് ഉറപ്പാക്കുന്നതോടെ അവ കാർബോർഡ് പെട്ടികളിൽ കേടുകൂടാതെ വെച്ച് നന്നായിട്ട് സീൽ ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിന് തയ്യാറാക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് സ്കേറ്റ് ബോർഡുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫാക്ടറി TV ടീമിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോസുമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും മടങ്ങി വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ യുവർ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.